Hi students, welcome to maths class. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് solution of system of linear inequalities in two variables. അതായത് രണ്ട് വേരിയബിൾ ഉള്ള ലീനിയർ ഇനിക്വാലിറ്റീസിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നതാണ് ഇന്ന് പഠിക്കുന്നത്. അത് ഗ്രാഫ് യൂസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്താണ്? സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാലിറ്റീസ് ഇൻ ടു വേരിയബിൾസ്. നമുക്കിവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കതിനെ എന്തൊക്കെയാക്കി എടുക്കാം? എക്സ് എന്നും വൈ എന്നുമുള്ള രണ്ട് വേരിയബിളായിട്ട് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാലിറ്റീസ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, ഇക്വേഷൻ നമ്പർ 1, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, വൺസ് മോർ ലിസൺ. ഇത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ലീനിയർ ഇനിക്വാലിറ്റീസ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. We can use ഗ്രാഫ് യൂസ് ചെയ്ത് ഈ രണ്ട് ഇക്വേഷനും എങ്ങനെ സോൾവ് ചെയ്യാമെന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലേക്ക് എടുക്കാം. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് എഴുതാം. അതിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് കണ്ടുപിടിക്കാം. x, y. We know that x plus y equal to 5 ആണ്. എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം എന്ത് ചെയ്യുക? എക്സിന് 0 കൊടുക്കുക. എക്സിന് 0. എക്സ് 0 ആകുമ്പോൾ ഇതെന്താവും? y ഈക്വൽ ടു 5. ഫസ്റ്റ് വാല്യൂ 0.5 എന്ന വാല്യൂ കിട്ടി. അടുത്തത് നോക്കാം. സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാം? വൈക്ക് 0 കൊടുക്കാം. വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കും. then x equal to x plus 0 equal to 5, that is x equal to 1. അങ്ങനെ x plus y equal to 5 എന്ന ഇക്വേഷന് രണ്ട് പോയിന്റുകൾ കിട്ടി. രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവ കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി അടുത്തത് രണ്ടാമത്തത്. രണ്ടാമത്തെ എന്താണ്? ഇതേ മോഡലിൽ തന്നെ നമുക്ക് ചെയ്യാം. എക്സ് വൈ, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ആണ്. നമുക്ക് ആദ്യം എത്ര കൊടുക്കാം? എക്സിന് 3 കൊടുക്കാം. എക്സിന് 3 കൊടുത്താൽ വൈ എത്ര ആയിരിക്കും? വൈ 0 ആയിരിക്കും. കാരണം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 കിട്ടണം. ഓക്കെ, അപ്പോൾ എക്സിന് 3, വൈക്ക് 0. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 0 കൊടുക്കാം. then മൈനസ് വൈ ഈക്വൽ ടു 3. ഓർക്കുക, എക്സിന് 0 കൊടുത്തപ്പോൾ മൈനസ് വൈ ഈക്വൽ ടു 3 ആണെങ്കിൽ വൈ ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് 3. ഓക്കെ, രണ്ട് വാല്യൂസ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് വരാം. ഇവിടെ രണ്ട് പോയിന്റ്, ഇവിടെയും രണ്ട് പോയിന്റ്. ഈ രണ്ട് ലൈനിന്റെ നമുക്ക് ഗ്രാഫിൽ ഇനി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തത് ഫസ്റ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. നോക്കുക, 0.5 എവിടെ വരും? 0.5, 0.5. ഈ പോയിന്റ് ആണ് 0.5. അടുത്തത് 50. ഈ പോയിന്റ് ആണ് 50. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കാം. നോക്കുക,
ഈക്വേഷൻ ഏതാണ് സുഹൃത്തുക്കളെ? ഇത് ഏതാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. ഓക്കെ, എങ്ങനെ കിട്ടിക്കഴിഞ്ഞു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നത് നോക്കുക. 0 5ഉം 5 0. ഇത് 0 5, ഇത് 5 0. ഇനി നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അതുകൊണ്ട് ഇതിന്റെ ഷെയ്ഡഡ് റീജിയൻ എങ്ങനെ വരും? ഇതായിരിക്കും ഇതിന്റെ റീജിയൻ. ഇതാണ് ഇതിന്റെ ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ x മൈനസ് വൈ ഈക്വൽ ടു 3. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3യിൽ രണ്ട് പോയിന്റുകൾ 3 0യും 0 മൈനസ് 3. ആദ്യം നമുക്ക് 3 0 ദാ ഇവിടെ ആയിട്ട് വരും 3 0. അടുത്തത് 0 മൈനസ് 3 ദാ ഈ പോയിന്റ് ആണ് 0 മൈനസ് 3. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞു. ഇതാണ് ഏത് റീജിയൻ സുഹൃത്തുക്കളെ? ഇത് ഏത് റീജിയൻ ആണ്? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. ഓക്കെ, ഇതിന്റെ ഷെയ്ഡഡ് പോർഷൻസ് ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഈ രണ്ട് ലൈൻ സിഗ്മെന്റിന്റെയും കൂടെ റീജിയൻ സൊല്യൂഷൻ ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതായിരിക്കും? ദാ ശ്രദ്ധിക്കുക, ഇവിടെ വി മോഡലിൽ വരും. വി ഈ പോർഷൻ ആണ് സുഹൃത്തുക്കളെ നമ്മുടെ ആൻസർ. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ആൻസർ എന്താണ്? ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, ഈ രണ്ട് ലൈൻ സിഗ്മെന്റുകളും ജോയിൻ ചെയ്ത് വരുന്ന പോർഷൻ അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ ഓർക്കുക, രണ്ട് ലൈൻ സിഗ്മെന്റുകൾ ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5ഉം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3യും. അതിൽ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ഉം എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യും വരും. ഈ രണ്ട് പോർഷനും കൂടെ വരുന്ന ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് the solution of this inequalities. Okay, please draw on your notebook. Dear students, our second question is solve the following system of inequalities graphically. Conditions are 5x plus 4y less than or equal to 40, x greater than or equal to 2, y greater than or equal to 3. We want to find out the solution. Okay, using graphically. Okay, what is our first equation? 5x plus 4y equal to 40. 5x plus 4y equal to 40. Then we can draw like this. We want to find out 2 points to get a straight line, x and y. First, we can put x equal to 0. In this equation, 5x plus 4y equal to 40, x equal to 0, then 4y equal to 40. Therefore, y equal to 40 by 4. That is y equal to 10. Okay. Next, put y equal to 0. Y equal to 0. Then 5x equal to 40. X equal to 40 by 5. That is equal to 8. Therefore, the 2 points are 0, 10 and 8, 0. Then the other 2 conditions are there. X equal to 2, here y equal to 3. 1, 2, 3. 3 straight lines we get. നമുക്ക് 3 straight lines കിട്ടും. ആ 3 straight line കൂടി
ഫോം ചെയ്യുന്ന റീജിയൻ ആണ് നമ്മുടെ സൊല്യൂഷൻ. അതിന് നമുക്ക് ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതാ നോക്കുക, എങ്ങനെയാണ് 0, 10 8 0. വാട്ട് ഈസ് 8 0? ഈ പോയിന്റ് ആണ് 8 0. 0 10 എന്ന് പറയുന്ന പോയിന്റ് ഇതായിരുന്നു. ഇത് തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഇക്വേഷൻ ഏതാണ്? ഓർക്കുക, 5x plus 4y equal to 40. ഈ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഇനിയുള്ളത് x equal to 2. x equal to 2 എന്ന റീജിയൻ വരുന്നത് ഇതിലാണ് വരുന്നത്. ഈ പോയിന്റ് വഴി പോകുന്ന y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് x equal to 2. x equal to 2 y ആക്സിസിന് പാരലൽ ആയി പോകും. This line is called x equal to 2. ഇനി അടുത്തതുള്ളത് നെക്സ്റ്റ് x equal to 2 കഴിഞ്ഞു. ഇനി അടുത്തുള്ള റീജിയൻ y equal to 3. y equal to 3 is a line which is parallel to the x axis. ഇതാണ് 3 എന്ന് പറയുന്നത്. അത് വഴി പോകണം. ഇങ്ങനെ this is y equal to 3. ഈ മൂന്ന് ലൈൻ സെഗ്മെന്റും കൂടെ ജോയിൻ ചെയ്യുന്ന പോർഷൻ ഏതാണ്? അതാണ് ഈ പോർഷൻ. This is the solution of this question. ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഒന്നുകൂടി നോക്കുക, x y രണ്ട് പോയിന്റ് കിട്ടി, നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം x equal to 2 വരച്ചു, y equal to 3 വരച്ചു. Therefore, this shaded portion, this is our shaded portion. Okay. Got the idea? Please write down on your notebook. Dear students, our next question is solve the following system of inequalities: 8x plus 3y less than or equal to 100, x greater than or equal to 0, y greater than or equal to 0. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ രണ്ട് കണ്ടീഷൻസ് നോക്കി. x greater than or equal to 0, y greater than or equal to 0. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ വേറൊന്നുമല്ല, ഇതിന്റെ മീനിങ് x is a positive quantity, y is also a positive quantity. Therefore, remember that portion is our first quadrant. ഇതുപോലെ രണ്ട് കണ്ടീഷൻ വന്നാൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ഇതിന്റെ മീനിങ് this belongs to the first quadrant. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഗ്രാഫ് വരുന്നത് എന്നത് ക്ലിയർ ആക്കുന്ന കണ്ടീഷനാണിത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഗ്രാഫ് വരുന്നതിനുള്ള കണ്ടീഷനാണ് x greater than or equal to 0, y greater than or equal to 0. Then 8x plus 3y equal to 100. നമുക്ക് ഇതിന്റെ പോയിന്റുകൾ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതാ നോക്കുക, x y 8x plus 3y equal to 100. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം x-ന് 0 കൊടുക്കാം. അപ്പൊ ഈ ടേം 0 ആയി. ബാക്കി വരുന്നത് 3y equal to 100. 3y equal to 100 ആണെങ്കിൽ y equal to 100 by 3. That is equal to 33.33. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? y-ക്ക് 0 കൊടുക്കാം. y equal to 0. Then 8x equal to 100. 8x equal to 100 means x equal to 100 by 8. 100 by 8 is 12.5.
രണ്ട് പോയിന്റുകൾ കിട്ടി. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ആദ്യത്തേത് 0 33.33 0 33.33 that is here, and the second one is 12.50. here is 10, here is 15, therefore the middle point is 12.5. this one is 12.5. then we can join these two. Okay, this is the line segment. ഈ ലൈൻ സെഗ്മെന്റ് ഏതാണ്? 8x plus 3y equal to 100. ഇതിന്റെ below portion, this portion is the solution. Okay, this is the shaded portion. This is the solution of this question. Okay, remember that here x is greater than or equal to 0, y greater than or equal to 0. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ that belongs to the first quadrant. Okay, that belongs to the first quadrant. then 8x plus 3y is this line segment. then the solution is belongs to the first quadrant. this shaded region is the solution of this question. Okay, please write down on your notebook. Dear students, our next question is solve the following system of inequalities graphically. Condition is x plus 2y less than or equal to 8, 2x plus y less than or equal to 8, x greater than or equal to 0, y greater than or equal to 0. Okay, first we can consider this equation x plus 2y equal to 8. x y, when x equal to 0, 2y equal to 8, that is y equal to 8 by 2, that is 4. when y equal to 0, x equal to 8. 2 points are here. First one is 0 4, second one is 8 0, that is 0 4 is here, 8 0 is here. Therefore our first straight line is like this. Okay, this is x plus 2y equal to 8. Okay, x plus 2y equal to 8. And the second condition is 2x plus y equal to 8. Therefore 2 points are x y. When x equal to 0, y equal to 8. when y equal to 0, x equal to 0 8 4 0. Therefore on the graph it is 0 8, that is here, this is 0 8, and 4 0, that is here 4 0. Therefore joining these two, this is the equation of 2x plus y equal to 8. And one more condition is given, x greater than or equal to 0, y greater than or equal to 0. That means this belongs to the first quadrant. Therefore the shaded portion is this is the solution of this equation. Okay, please write down on your notebook.